ഓക്കെ, പേജ് നമ്പർ 79, ലാസ്റ്റ് പാരഗ്രാഫ്. 60-ൽ പരം കൃതികളുടെ കർത്താവാണ് നമ്പ്യാർ. കിളിപ്പാട്ടും മഹാകാവ്യവും തുള്ളലുകളും മറ്റുമായി വിപുലമായ ശേഖരമാണ് ഇവയിൽ ഉൾപ്പെടുന്നത്. ശ്രീകൃഷ്ണചരിതം, മണിപ്രവാളം, മഹാകാവ്യം, കല്യാണ സൗഗന്ധികം, സ്യമന്തകം, ധ്രുവചരിതം, ഘോഷയാത്ര മുതലായ തുള്ളലുകളും, തുള്ളലിലാകട്ടെ ഓട്ടൻ, പറയൻ, ശീതങ്കൻ എന്നീ 3 വിഭാഗങ്ങളും ഉണ്ട്. നമ്പ്യാർ കവിതകളിൽ പ്രതിഫലിക്കുന്ന കേരളീയതയ്ക്ക് ഒരു സവിശേഷത കാണും. പുരാണ കഥാ വർണ്ണനകളിൽ പോലും നായരും പട്ടരും അച്ചിങ്ങയും പിച്ചിങ്ങയും മറ്റും കവി കുത്തിച്ചെലുത്തുക പതിവാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മാതൃഭാഷയും മാതൃഭൂമിയും കവിക്ക് ഒരു സന്ദർഭത്തിലും വിസ്മരിക്കുവാൻ സാധ്യമല്ല എന്നാണ്. അല്ലെ? എന്താ പറഞ്ഞേ? നമ്മള് കുഞ്ചൻ നമ്പ്യാരെ പറ്റി പറഞ്ഞു. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ജനയിതാവാണ് കുഞ്ചൻ നമ്പ്യാർ എന്ന് പറഞ്ഞു. 18-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നതെന്നും പറഞ്ഞു. അല്ലെ? എവിടെയാണ്? തിരുവില്വാമലക്കട്ടുള്ള കിള്ളിക്കുറിശിമംഗലം എന്ന പ്രദേശത്ത് ക്ഷേത്രത്തിന് സമീപമാണ് നമ്പ്യാരുടെ കലക്കത്ത് മഠം സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. അല്ലെ? അതുപോലെ നമ്മൾ ആരൊക്കെ പറ്റി പഠിച്ചു? എഴുത്തച്ഛനെയും ചെറുശ്ശേരിയെയും കുറിച്ച് നമ്മൾ പഠിച്ചു. അതായത് പ്രാചീന കവിത്രയങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അല്ലെ? അതിന്റെ ഇടയിൽ ഒന്ന് ജസ്റ്റ് പരാമർശിച്ചിട്ടുണ്ട്. ആര്? ആധുനിക കവിത്രയങ്ങൾ ആരൊക്കെയെന്നും പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയെങ്കിലും മറക്കരുത് മക്കളെ, ആരൊക്കെയാണ് പ്രാചീന കവിത്രയങ്ങൾ? കവിത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ 3 പേരാണ്: ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. അപ്പോ ചെറുശ്ശേരി കൃഷ്ണഗാഥ എന്ന മഹാകാവ്യം കൊണ്ട് ശ്രദ്ധേയനായ ആള്. നെക്സ്റ്റ് എഴുത്തച്ഛൻ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന് എഴുതിയത് എന്താണ്? എഴുത്തച്ഛൻ ആരാ? മലയാള ഭാഷയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അല്ലെ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എഴുത്തച്ഛനെ കുറിച്ച് പഠിച്ചില്ലേ? അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ച് പഠിച്ചു. അല്ലെ? പിന്നീട് നമ്മൾ പറഞ്ഞത് തുള്ളൽ പ്രസ്ഥാനത്തിനെ കുറിച്ച്, അതായത് കുഞ്ചൻ നമ്പ്യാരെ പറ്റി. തുള്ളൽ പ്രസ്ഥാനത്തിൽ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ എന്ന് പറഞ്ഞു. ഫലിത പരിഹാസത്തിന്റെ അദ്ദേഹം കവിതകൾ എഴുതിയതെന്ന് പറഞ്ഞു. അല്ലെ? അപ്പൊ അടുത്ത് എന്താ പറയുന്നത്? 60-ൽ പരം കൃതികളുടെ കർത്താവാണ് നമ്പ്യാർ. കിളിപ്പാട്ടും മഹാകാവ്യവും തുള്ളലുകളും മറ്റുമായി വിപുലമായ ശേഖരമാണ് ഇവയിൽ ഉൾപ്പെടുന്നത്. എന്തൊക്കെയുണ്ട്? കിളിപ്പാട്ട്, മഹാകാവ്യം, തുള്ളലുകൾ. ശ്രീകൃഷ്ണചരിതം, മണിപ്രവാളം മഹാകാവ്യമാണ്. കല്യാണ സൗഗന്ധികം, സ്യമന്തകം, ധ്രുവചരിതം, ഘോഷയാത്ര മുതലായ തുള്ളലുകളും ഉണ്ട്. അല്ലെ? തുള്ളലിലാകട്ടെ ഓട്ടൻ, പറയൻ, ശീതകൻ എന്നീ 3 വിഭാഗങ്ങളും ഉണ്ട്. അല്ലെ? തുള്ളലിന് ഏതൊക്കെ 3 വിഭാഗങ്ങള്? ഓട്ടൻ, ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതകൻ എന്നീ 3 വിഭാഗങ്ങളും ഉണ്ട്. പിന്നെ എന്താ പറയുന്നത് ലാസ്റ്റ് പാരഗ്രാഫില്? നമ്പ്യാർ കവിതകളിൽ പ്രതിഫലിക്കുന്ന കേരളീയതയ്ക്ക് ഒരു സവിശേഷത കാണാം. എന്താണെന്ന് നോക്കാം. പുരാണ കഥാ വർണ്ണനകളിൽ പോലും നായരും പട്ടരും അച്ചിങ്ങയും പിച്ചിങ്ങയും മറ്റും കവി കുത്തിച്ചേർത്തുക പതിവാണ്. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് മാതൃഭാഷയും മാതൃഭൂമിയും കവിക്ക് ഒരു സന്ദർഭത്തിലും വിസ്മരിക്കുവാൻ സാധ്യമല്ല എന്നാണ്. വിസ്മരിക്കുക പറഞ്ഞ എന്താ അർത്ഥം? സ്മരണ പറഞ്ഞ എന്താ അർത്ഥം മക്കളെ? സ്മരിക്കുക, ഓർത്തിരിക്കുക. ഓർത്തിരിക്കുക. സ്മരിക്കുക ഓർമ്മിക്കുകയാണ്. അപ്പൊ വിസ്മരിക്കുക പറഞ്ഞാലോ? മറക്കുക. അല്ലെ? അപ്പൊ മറക്കുവാൻ സാധ്യമല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഓർത്തിരിക്കുക തന്നെയാണ് പറയുന്നത്. അല്ലെ? വിസ്മരിക്കുവാൻ സാധ്യമല്ല. വിസ്മരിക്കുക പറഞ്ഞാൽ മറക്കുക. ഓക്കെ, അപ്പൊ വിസ്മരിക്കാൻ സാധ്യമല്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നാണ് പറഞ്ഞു നിർത്തിയത്. അല്ലെ? അപ്പൊ നമ്മള് ഈ 3 മഹാരഥന്മാർ എന്ന പാഠത്തില് 3 പേരെ കുറിച്ച് പഠിച്ചു. എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ. അല്ലെ? 3 പേരെ കുറിച്ചും അവരുടെ ജന്മസ്ഥലം, അവരുടെ കൃതികള്, അവരെന്തൊക്കെയായിട്ടാണ് അറിയപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചു എന്ന് ഞാൻ പറയുന്നതിലാണ്, നിങ്ങൾ പറഞ്ഞില്ലല്ലോ. പഠിച്ചോ മക്കളെ? ഓക്കെ, എന്തെങ്കിലും മനസ്സിലായോ? അങ്ങനെയൊന്നും ഓർമ്മയില്ല. അങ്ങനെയൊന്നും ഓർമ്മയില്ല. എങ്ങനെ ഓർമ്മയുണ്ടാവാനാണ്? ക്ലാസ്സിൽ കയറും അതേപടി പുറത്തിറങ്ങും. 2 മിനിറ്റ് ഉണ്ടാവും. പിന്നെ നോക്കുമ്പോഴേക്ക് ഞാൻ ഏതാ വെള്ളിയാഴ്ചത്തെ ക്ലാസ്സില് ആൻമരി ഉണ്ടായിരുന്നു ലാസ്റ്റ് കുറെ സമയം. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോഴേക്ക് ആൻമരിയേയും കാണുന്നില്ല. ആൻമരിയും പോയി, നെറ്റില്ല. അല്ലെ ആൻമരിയ? വായിച്ചുകൊണ്ടിരിക്കുമ്പോ പിന്നെ ആൻമരിയും പോയി. പിന്നെ ആരുമില്ല. അവസാനം ഞാൻ എന്ത് ചെയ്തു? ക്ലാസ് ക്ലോസ് ചെയ്തു. തുടങ്ങിക്കോ ഷോണേ. മിസ് ഒരാള് മൊത്തം വായിക്കണോ?
മൊത്തം വായിക്കണ്ട, കുറച്ചു നേരം വായിക്കുമ്പോ ഞാൻ അടുത്തവരോട് പറയും. അപ്പൊ എന്ത് ചെയ്യണം, അതിൽ മിസ് ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ഞാൻ ഇപ്പൊ ഫസ്റ്റ് പറയില്ല, വായിക്കട്ടെ. ഇനി ഫെയ്ത്ത് എന്ന് ഇപ്പൊ അടുത്ത പ്രാവശ്യം നാന്ന് പറയില്ല, കാരണം ഞാൻ പറയും, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഷോണി തുടങ്ങും. ആ, പാഠം 18. 3 മഹാരഥന്മാർ. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് അറ്റത്താണല്ലോ കേരളം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ മാതൃഭാഷയാണ് മലയാളം. ഓരോ സംസ്ഥാനക്കാർക്കുമുണ്ട് അവരുടേതായ മാതൃഭാഷ. ഓരോ ഭാഷയിലും അനേകായിരം സാഹിത്യ ഗ്രന്ഥങ്ങളുമുണ്ട്. കഥ, കവിത, ഉപന്യാസം, യാത്രാവിവരണം, ചരിത്രം, ശാസ്ത്രം തുടങ്ങിയ നിരവധി ശാഖകൾ സാഹിത്യത്തിലുണ്ട്. ഇക്കൂട്ടത്തിൽ കവിത എഴുതുന്നവരാണ് കവികൾ. മഹത്തായ എഴുതുന്നവരെ മഹാകവികളായി ആദരിക്കും. ആശാൻ, ഉള്ളൂർ, വെള്ളത്തോൾ എന്നിവരുടെ അടുത്ത കാലത്ത് ജീവിച്ചിരുന്നവരാണ്. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മഹാരഥന്മാരായ 3 കവികളെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ചെറുശ്ശേരി എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ എന്നിവരാണ് ഉൾപ്പെടുന്നത്. ചെറുശ്ശേരി നമ്പൂതിരി കോലത്തു നാട്ടിലെ ഉദയവർമ്മ മഹാരാജാവിന്റെ സദസ്യനായിരുന്നു എന്നാണ് ഐതിഹ്യം. ചെറുശ്ശേരി എന്നത് കവിയുടെ ഇല്ലപ്പേരാണ്. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമധേയമായി രേഖപ്പെടുത്തിയില്ല. ക്രിസ്തുവർഷം 15-ാം ശതകത്തിലാണ് കവി ജീവിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്നു. അതിമനോഹരമായ ഒരു മഹാകാവ്യമാണ് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ. ഇതിന് കൃഷ്ണപ്പാട്ട് എന്ന് പറയും. കൃഷ്ണന്റെ ജീവിത കഥയാണ് ഇതിലെ വൃത്തം. മലയാള സാഹിത്യത്തിലുണ്ടായ ആദ്യത്തെ കൃഷ്ണചരിത മഹാകാവ്യവും ഇത് തന്നെ. അത്യന്തം ലളിതവും സരസവും അലങ്കാര സമൃദ്ധവുമാണ് ഈ കൃതി. ഉണ്ണികൃഷ്ണനെ ചതിച്ചു കൊല്ലാനെത്തിയ പൂതന കുട്ടിയെ മാറോട് ചേർത്തപ്പോഴുള്ള ഭാഗം നോക്കുക. ഫെയ്ത്ത് വായിക്കട്ടെ മോനെ. ഇനി അടുത്തത് ഫെയ്ത്ത്. എഴുത്തച്ഛന്റെ ഭാഷാരീതി. ചെറുശ്ശേരി നൂതനായൊരു പൈതലും അന്നേരം. അത് മുതലാന്ന് വായിക്കണോ? അത് വായിക്കണോ? ആ, അത് വായിക്കണം. പിന്നെ അത് വായിക്കേണ്ടതല്ലേ? നൂതനമായൊരു പൈതലും അന്നേരം പൂതന തന്നെയും നോക്കി നിന്നയാർ മസ്തകമേറിന കേസരി പൈതൽ താൻ മദ്ദേപം തെന്നുടൽ നോക്കും പോലെ. കൃഷ്ണഗാഥ പോലെ പണ്ഡിതനെയും പാമരനെയും രസിപ്പിക്കുന്ന കാവ്യം മലയാളത്തിൽ വേറെ ഇല്ല. എഴുത്തച്ഛന്റെ ഭാഷാരീതി ചെറുശ്ശേരിയുടേതിനേക്കാൾ പാണ്ഡിത്യമാണ്. പ്രൗഢമാണ്.
പ്രൗഢമാണ്. രണ്ട് കവികളും തമ്മിൽ ഒരു നൂറ്റാണ്ടിന്റെ അകലമുണ്ട്. എഴുത്തച്ഛന്റെ കാലം 16-ാം നൂറ്റാണ്ടിലാണ്. ഭാഷ അപ്പോഴത്തേക്കും കൂടുതൽ വളർന്നു കഴിഞ്ഞിരുന്നു. അത്യന്തം രാമായണം അത്യധികം രാമായണം കിളിപ്പാട്ടും ശ്രീ മഹാഭാരതം കിളിപ്പാട്ടും 24 വൃത്തവും മറ്റുമാണ് എഴുത്തച്ഛന്റെ പ്രധാന കൃതികൾ. വെള്ളിപ്പാട്ട് കിളിപ്പാട്ട് വെള്ളിപ്പാട്ടാ അങ്ങനെയുണ്ടോ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് എഴുത്തച്ഛൻ. കിളിയെ കൊണ്ട് പാടിക്കുന്ന സൽപ്പം സ്വീകരിച്ചതിനാൽ ഈ പേരുണ്ടായി. ഈ ശാരിക പൈതലെ ചാരു ശേലവരി ശാരുശീലെ വരി വരികാരോമലെ കഥാശ്രേഷ്ഠവും ചൊല്ലൂന്നി. ഓരോ അദ്ധ്യായത്തിലും ശാരികയെ വിളിച്ചു കഥ തുടരാനപേക്ഷിക്കുന്ന ഈ രീതി ഒരു പുതുമയുടെ നാന്ദി കുറിച്ചു. ഇതാണ് പിൻകാലത്ത് കിളിപ്പാട്ട് പ്രസ്ഥാനമായി വളർന്നത്. മതിയില്ലേ മിസ്സേ? സൃഷ്ടന്മാരെ രക്ഷിക്കുകയും ദുഷ്ടന്മാരെ ശിക്ഷിക്കുകയും ഈശ്വര ധർമ്മമെന്ന് സ്ഥാപിക്കുന്ന കഥകളല്ലോ രാമായണവും മഹാഭാരതവും. ആയിരത്താണ്ടുകൾക്ക് മുമ്പ് 1000 വർഷങ്ങൾക്ക് മുമ്പ് വാൽമീകിയും വ്യാസനും രചിച്ചതാണ് രാമായണ ഭാരതവും. 1000 മുമ്പ് രാമായണ ഭാരത കൃതികൾ ഫുൾ സ്റ്റോപ്പ്. ഈ കാവ്യങ്ങളിലെ കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും മാറ്റമില്ലാത്ത തന്റെ ഉദ്ദേശത്തിനിണങ്ങും വിധം സ്വാതന്ത്ര്യവും സംക്ഷിപ്തവും ആകുകയാണ് എഴുത്തച്ഛൻ ചെയ്തത്. കേരള സംസ്കാരത്തിന്റെയും നവോത്ഥാനം നായകനാണ് അദ്ദേഹം. അനാവശ്യ പദങ്ങളോ വർണ്ണനകളോ അദ്ദേഹത്തിന്റെ കൃതികളിൽ കാണുകയില്ല. എന്നാൽ ഭാഷയെ ശുദ്ധീകരിക്കുന്നതിനുള്ള ശ്രമം ധാരാളമുണ്ട്. അതുകൊണ്ടാണ് മലയാള ഭാഷയുടെ പിതാവ് എന്ന പേരിൽ ആ മഹാകവി അറിയപ്പെടുന്നത്. തിരൂരിലെ തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിനടുത്തുള്ള തുഞ്ചൻ പറമ്പിലാണ് എഴുത്തച്ഛൻ ജനിച്ചത്. ശിശുക്കളുടെ വിദ്യാരംഭം കുറിക്കുന്ന സുപ്രസിദ്ധ
പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണ് തുഞ്ചൻ പറമ്പ്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ജനേതാവായ കുഞ്ചൻ നമ്പ്യാർ 18-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്. തിരുവില്ലുവാമലക്കടുത്തുള്ള കുരിശിമംഗലം എന്ന പ്രദേശത്തെ ക്ഷേത്രത്തിന്റെ സമീപമാണ് നമ്പ്യാരുടെ കലക്കത്ത് മഠം സ്ഥിതി ചെയ്തിരുന്നത്. കവി എന്ന നിലയിൽ പ്രസിദ്ധനായതോടെ അദ്ദേഹം അമ്പലപ്പുഴ രാജാവിന്റെ ആശ്രിതനായി തീർന്നു. കുറെ കാലം തിരുവനന്തപുരത്തും താമസിച്ചു. ഏറ്റവും വലിയ ജനകീയ സാഹിത്യകാരനാണ് നമ്പ്യാർ. സാധാരണക്കാർക്ക് വേണ്ടിയാണ് അദ്ദേഹം എഴുതിയത്, പ്രത്യേകിച്ചും മലയാളം മാത്രം അറിയാവുന്നവർക്ക് വേണ്ടി. ഭടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കിഹ ചേരുവാൻ വടവിയൊന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരൂ എന്ന വിശ്വാസമായിരുന്നു കവിക്ക്. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹിക വിമർശനം അദ്ദേഹത്തിന്റെ ഏത് കൃതിയിലും തെളിഞ്ഞു കാണാം. ഫലിതവും പരിഹാസവുമൊക്കെ മാറി വരും. കൈപ്പിഴ നമ്പൂതിരി വന്നു കയറിയപ്പോൾ നമ്പ്യാർ തന്റെ കയ്യിലിരുന്ന പത്രം നിലത്തടിച്ച് ഒടിച്ചുകൊണ്ട് കൈപ്പിഴ വന്നതുകൊണ്ട് ഗ്രഹപ്പിഴയായി എന്നാണ് രാജാവിനോട് ഉണർത്തിച്ചത്. ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണം എന്ന് പറഞ്ഞ് സ്തുതി പാടകരെ നമ്പ്യാർ മടി കാണിച്ചില്ല. 60-ൽ പരം കൃതികളുടെ കർത്താവാണ് നമ്പ്യാർ. കിളിപ്പാട്ടും മഹാകാവ്യവും തുള്ളലുകളും മറ്റുമായി വിപുലമായ ശേഖരണമാണ് ഇവയിൽ ഉൾപ്പെടുന്നത്. ശ്രീകൃഷ്ണ ചരിതം മണിപ്രവാളം മഹാകാവ്യമാണ്. കല്യാണ സൗഗന്ധികം, സ്യമന്തകം, ധ്രുവചരിതം, ഘോഷയാത്ര മുതലായവ തുള്ളലുകളും ശീതങ്കൻ എന്നീ 3 വിഭാഗങ്ങളുണ്ട്. അടുത്ത ദിയൊക്കെ കേൾക്കുന്നുണ്ടോ? പോയോ? ദിയ പോയി. ആൻമരി എന്നെ തുടർന്നോളൂ. നമ്പ്യാർ കവിതകളിൽ പ്രതിഫലിക്കുന്ന കേരളീയതയ്ക്ക് ഒരു സവിശേഷത കാണാം. പുരാണ കഥ വർണ്ണനകളിൽ പോലും നായരും പട്ടരും അച്ചിങ്ങയും പിച്ചിങ്ങയും മറ്റും കവി കുത്തിച്ചേർത്തുക പതിവാണ്. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് മാതൃഭാഷയും മാതൃഭൂമിയും കവിക്ക് ഒരു സന്ദർഭത്തിലും വിസ്മരിക്കുവാൻ സാധ്യമല്ല. ഓക്കെ, അപ്പോ നമ്മുടെ 3 മഹാരഥന്മാരെ പറ്റി നിങ്ങൾ പഠിച്ചു അല്ലേ? അത് കുറച്ച് വാക്കുകൾ നല്ലപോലെ വായിക്കണം കേട്ടോ. ഫെയ്തേ, മലയാളം വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, അപ്പൊ നല്ലപോലെ വായിക്കണം. പിന്നെ അടുത്തെന്താണ് നമുക്കിനി? അർത്ഥം, പദങ്ങളുടെ അർത്ഥം പഠിക്കാന്നാണ്. ഈ ഒരു പാഠം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പാഠം ഫിനിഷ് ആവുകയാണ്. ഫിനിഷ് ആയതുകൊണ്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾ കൃത്യമായി പഠിച്ചാലേ കാര്യമുള്ളൂ. അപ്പൊ ഓരോ ദിവസവും നമുക്ക് ഓരോ പാഠം എക്സാം പോലെ വെക്കാം ഇനിയത്തെ ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ അടുത്ത് നമ്മൾ ഇതുവരെ ഏതുവരെയുള്ള പാഠാണ് എക്സാം ഇട്ടുകൊണ്ടിരുന്നത്? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഏതുവരെയുള്ള പാഠം നമ്മൾ ഇതുവരെ? ഗണപതി സദ്യയാണ് നമ്മളന്ന് ഇട്ടില്ലേ? ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ? ഇല്ലേ മക്കളെ? ചോദിച്ചോ? എവിടെ വരെ മിസ്സേ? ഏതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ചോദിച്ചില്ലേ? ഗണപതിയുടെ സദ്യയൂണ് നമ്മൾ ചോദിച്ചില്ലേ? അതൊക്കെ ചോദിച്ചു മിസ്സേ, അതൊക്കെ ചോദിച്ചു. അപ്പൊ ഇനി കാളിദാസ പ്രതിഭയാണ് അല്ലെ? കാളിദാസ പ്രതിഭയാണ് അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ പഠിച്ചിട്ട് വരേണ്ട ഭാഗം. ഓക്കെ, എല്ലാവരും കേട്ടുവല്ലോ? ഏതാ പാഠം? മാർക്ക് ചെയ്ത് വെച്ചോ, കാളിദാസ പ്രതിഭ. ഓക്കെ, അപ്പൊ ആ ഒരു പാഠത്തിന്റെ എക്സാം ഉണ്ടാവും അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ക്ലാസ്സിൽ വെച്ചു. ഓക്കെ, പിന്നെ വരുന്നത് ഇന്നത്തെ പാഠത്തിന്റെ വർക്ക് നമുക്ക് പറഞ്ഞോളൂ. മിസ്, നമ്മൾ കാളിദാസ നോക്കിയായിരുന്നു. ചോദ്യം ചോദിച്ചോ? ഇല്ലപ്പാ, ചോദിച്ചില്ല. അത് എഴുതുമ്പോഴുള്ള ഓർമ്മ എനിക്ക്. ഞാൻ ആക്ടിവിറ്റീസ് പറഞ്ഞ സമയത്തുള്ള ഓർമ്മയായിരിക്കാം. സാറില്ല, ഒരു പ്രാവശ്യം അത് ഇടാം, കാളിദാസ പ്രതിഭ കേട്ടോ. അടുത്തൊരു ദിവസം പരീക്ഷ അതാണ്. ഓക്കെ, പഠിച്ചോ കേട്ടോ. നമുക്ക് ഓരോ ദിവസം ഓരോന്നായിട്ട് ഇങ്ങ് വെച്ച് വരാം.
അപ്പൊ ഇന്നത്തെ ഇനി ആക്ടിവിറ്റീസ് പേജ് നമ്പർ 80. അതിലെ പദങ്ങളുടെ അർത്ഥം പഠിക്കാം. അറിയാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. സദസ്യൻ, സദസ്സിലെ അംഗം. അറിയാലോ, സദസ്യൻ സദസ്സിലെ അംഗത്തിനെയാണ് സദസ്യൻ എന്ന് പറയുന്നത്. ഐതിഹ്യം, കേട്ടുകേൾവി. ശതകം, നൂറ്റാണ്ട് അല്ലെ, ഒരു ശതകം എന്ന് നൂറ്റാണ്ട് എന്നാ. രചിക്കുക, രചിക്കുക അറിയാലോ, കഥാരചന, കവിതാരചന എന്ന് പറയില്ലേ, ഉണ്ടാക്കുക. അത്യന്തം, അത്യന്തം സന്തോഷത്തിലായി പറഞ്ഞാൽ അങ്ങേയറ്റം. മത്തേപം, മതയാന. മസ്തകം, ആനയുടെ തല അല്ലെ, മസ്തകം എന്ന് പറഞ്ഞാൽ ആനയുടെ തല. പ്രൗഢം, പ്രൗഢഗംഭീരം, കനത്തത്. ഉപജ്ഞാതാവ്, തുടക്കക്കാരനല്ലെങ്കിൽ ആദ്യമായി രൂപീകരിച്ച ആൾ. സംക്ഷിപ്തം, സംക്ഷിപ്തമാക്കിയത് അല്ലെങ്കിൽ ചുരുക്കിയെടുത്ത്. ജനകീയം, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ലാസ്റ്റ് വൺ കൈപ്പിഴ. കൈപ്പിഴ അർത്ഥം എന്താ? കൈത്തെറ്റ്. കൈപ്പിഴ, കൈത്തെറ്റ്. പിന്നെ അടുത്ത എന്താ ഷോണേ? വിപരീത പദങ്ങൾ അല്ലെ. പെയ്ത്ത് കേൾക്കുന്നുണ്ടോ മോനെ? അത് നോക്കുവാ. അപ്പൊ വിപരീത പദങ്ങൾ കണ്ടിട്ടില്ലേ? പേജ് നമ്പർ 80 കണ്ടില്ല? ഓക്കെ. അപ്പൊ അത് യഥാർത്ഥം, അയഥാർത്ഥം. യഥാർത്ഥം, അയഥാർത്ഥം. സരസം, സരസം എന്ന് പറഞ്ഞാൽ സരസത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ് വിരസം. ശിഷ്ടർ, ദുഷ്ടർ. സുപ്രസിദ്ധം, കുപ്രസിദ്ധം. സുപ്രസിദ്ധമായിട്ട് പറഞ്ഞാല് പ്രശസ്തി ഉള്ളത്, കുപ്രസിദ്ധം എന്ന് പറഞ്ഞാല് മോശം അല്ലെ, പ്രസിദ്ധമില്ല. പിരിച്ചെഴുതുകയാണ്. ശുദ്ധീകരിക്കാനുള്ള, ശുദ്ധീകരിക്കാൻ, അധികം, ഉള്ള. ചിന്നുടനെ പ്ലസ് ഉള്ള. നെക്സ്റ്റ് കൈപ്പിഴ. കയ്യ് പ്ലസ് പിഴ. കയ്യ് പ്ലസ് പിഴ. മഹാശ്ചര്യം. മഹാ പ്ലസ് ആശ്ചര്യം. നെക്സ്റ്റ് ചേരുംപടി ചേർക്കുകയാണ്. കുഞ്ചൻ നമ്പ്യാർ. എന്താണ് പറഞ്ഞത് അതില്? ഇത് നമ്മൾ ചേർത്ത് വരക്കാനാണ്. ചേരുംപടി ചേർക്കാം. ഏതാണ്? കിളിപ്പാട്ട്. കുഞ്ചൻ നമ്പ്യാരുടെ എന്താണ്? എഴുത്തച്ഛൻ. അത് തെറ്റിയിട്ടായില്ല മക്കളെ, അത് നമ്മൾ ചേർക്കണം. അത് തെറ്റിയിട്ടല്ലേ കൊടുത്തിട്ടുള്ളത്. കുഞ്ചൻ നമ്പ്യാരതാണോ ഭാരതം കിളിപ്പാട്ട്? യമന്തകല്ലേ കുഞ്ചൻ നമ്പ്യാരത്? ശ്രദ്ധിക്കുന്നില്ല. വരച്ചു വെക്ക അതിലേക്ക്. എഴുത്തച്ഛന്റെയോ? ഭാരതം കിളിപ്പാട്ട്. ചെറുശ്ശേരി കൃഷ്ണഗാഥ. മാച്ച് ചെയ്തോ? മനസ്സിലായില്ലേ ഷോനെ? ഓക്കെ. അത് നേരെ വരച്ചു വെക്ക്. കുഞ്ചൻ നമ്പ്യാർ എന്താണ്? ഇപ്പൊ നമ്മൾ പഠിച്ചല്ലേ സ്യമന്തകം. കണ്ടോ? കല്യാണ സൗഗന്ധികം, സ്യമന്തികം, ധ്രുവചരിതം, ഘോഷയാത്ര. അതല്ലല്ലേ അവരുടെ കൃതികള്. കുഞ്ചൻ നമ്പ്യാരുടെ സ്യമന്തികം. അതിലേക്ക് വരച്ചു വെക്ക്. എഴുത്തച്ഛൻ ഭാരതം കിളിപ്പാട്ട്, ചെറുശ്ശേരി കൃഷ്ണഗാഥ. അത് മൂന്നും മാച്ച് ചെയ്ത് വെക്കുക. പിന്നെ വാക്യത്തെ പ്രയോഗിക്കേണ്ട ഉപജ്ഞാതാവ്, ഐതിഹ്യം, ആശ്രിതം അല്ലെ. അടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. സാഹിത്യത്തിന് ഏതെല്ലാം വിഭാഗങ്ങളുണ്ട്? പറഞ്ഞോ. ഓ ഓക്കെ, ബൈ. See you.